ജലവും ജലഗതാഗതവുമായി അഭേദ്യമായ ബന്ധമാണ്. ഒന്നൊന്നിനെ മാറ്റി നിർത്താൻ സാധിക്കാത്ത തരത്തിലാണ് കൊച്ചിയുടെ ചരിത്രവും ജലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് വരണമെങ്കിൽ 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. റോഡ് മാർഗം 14 കിലോമീറ്ററാണ്. അല്ലെങ്കിൽ ഞാറക്കലിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, നമുക്കല്ലെങ്കിൽ ഏലൂർ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ അവിടെ എത്താൻ മതി. തിരിച്ച് മറ്റു വഴിക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ 20 കിലോമീറ്റർ യാത്രയാണ് റോഡ് വഴി വരികയാണെങ്കിൽ. അത് ഗോശ്രീപാലം വഴി വരികയാണെങ്കിലോ അല്ലെങ്കിൽ പറവൂർ വഴി വരികയാണെങ്കിലോ അങ്ങനെ ഒരുപാട് തരത്തിൽ നമ്മൾക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുവാൻ പോകുന്നത്. കൊച്ചി മെട്രോയുടെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് കളക്ട് ചെയ്യുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് എടപ്പള്ളിയാണ്. എടപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്റേഴ്സ് ആണ് നിയറസ്റ്റ് നാവിഗബിൾ വാട്ടർവേ ഉള്ളത്. അത് ചേരാനെല്ലൂർ ഫെറി ജെട്ടിയാണ്. ചേരാനെല്ലൂർ ഫെറി ജെട്ടി ഒരു ഹബ്ബായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. പിഴല, ചേന്നൂർ, ചെറിയന്തുരുത്ത്, തുണ്ടത്തുങ്കട, വരാപ്പുഴ, മണ്ണന്തുരുത്ത് ഈ ഭാഗങ്ങളിലെ ആളുകളെല്ലാം ബോട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് ചേരാനെല്ലൂർ ഫെറി ജെട്ടിയിൽ ഇറക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾക്ക് ഫീഡർ ബസ്സിൽ മെട്രോ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ ഒരു മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ട് ഉദ്ദേശിക്കുന്ന കറക്റ്റ് ട്രാൻസ്പോർട്ട് മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ചേരാനെല്ലൂർ ഫെറി ജെട്ടി ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. ഇനി ഒരു പുതിയ മെട്രോ സംവിധാനത്തിൽ 76ഓളം ബോട്ടുകൾ വരുമ്പോൾ ആ ഒരു പഴയ കൊച്ചിയുടെ പ്രൗഢിയിലേക്ക് ഇനി നമ്മൾ നീങ്ങാൻ പോവുകയാണ്. ചുരുങ്ങിയ ചെലവിൽ യാത്ര ചെയ്യുവാനും പരിസ്ഥിതി സൗഹൃദമായിട്ട് യാത്ര ചെയ്യാനും യാതൊരു മെയിൻ്റനൻസും ആവശ്യമില്ലാത്ത തരത്തിലുള്ള യാത്ര ചെയ്യാനും യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സാഹോദര്യ ബന്ധങ്ങളൊക്കെ നിലനിർത്തി സംസാരിച്ച് ഇടപഴകി പോകാൻ സാധിക്കുന്ന, മറ്റ് ബസ്സിലൊന്നും സാധിക്കില്ല. നമുക്കിരുന്ന് സംസാരിച്ച് പോകാനോ അല്ലെങ്കിൽ വളരെ ദുർഘടമാണ് ബസ്സിലെ യാത്ര എന്ന് പറയുന്നത്. ബോട്ട് അങ്ങനെയല്ല. ബോട്ടിൽ നമുക്കിരുന്ന് പത്രം വായിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ ബോട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. സോഷ്യൽ ലൈഫിനെ നന്നായിട്ട് ബാധിക്കും. ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ കണ്ടുമുട്ടുക, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. കെഎംആറിന്റെ നേതൃത്വത്തിൽ എത്രയും പെട്ടെന്ന് റോഡും റെയിലും ബോട്ടുകളും എല്ലാം കൂടി വന്ന് കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങളെല്ലാം തീർന്നുകൊണ്ട് ഒരു സമത്വസുന്ദരമായ കൊച്ചി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഈ പദ്ധതികളെ കൊണ്ട് നമുക്ക് ആക്കിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.